പറയും. അപ്പൊ സാസുക ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു കാര്യം, നിന്റെ മങ്കിക്കു ശരീരം കണ്ണ് അത് തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ കൊന്നു കളയണം. കാക്കാഷി പറയും, എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബോണ്ട് ഞാൻ തകർക്കാതെ വെച്ചത്. കുട്ടപ്പൻ ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ സാസുക ആവട്ടെ അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ പാഞ്ഞെടുക്കും. സാസുക കുട്ടപ്പന്റെ ചെവി പറയും, നിന്റെ ഏറ്റവും വലിയ എയിം അതെന്നെ തോപ്പിക്കുക എന്നതല്ലേ? അതിനുപരിയായിട്ട് നിനക്കൊരു ഹൊക്കാഗെയായി മാറണമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നിന്റെ കഥ ഞാൻ കഴിക്കൂന്ന് പറഞ്ഞ് സാസുക ആവട്ടെ ഇപ്പൊ വാൾ ഊരിയെടുക്കും. അതിന് കുട്ടപ്പൻ പറയും, എൻ്റെ ഫ്രണ്ടിനെ പോലും രക്ഷിക്കാൻ കഴിയാതെ ഞാൻ ഹൊക്കാഗെ ആവുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ അവന്റെ വയറ്റിലേക്ക് പോയി ആ ഒരു നയൻ ടൈൽ ഫോക്സിനോട് പവർ ചോദിക്കാൻ തുടങ്ങും. ഫോക്സ് പുറത്തേക്ക് വന്നു പറയും, നിനക്ക് ആവശ്യമുള്ള എല്ലാ പവറും അത് ഞാൻ തരാം. നിന്റെ വയറ്റിലെ ആ ഒരു സീല് അത് തകർക്കാൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ വയറ്റില് കൈവെക്കുന്ന അതേ സമയത്ത് അവിടേക്ക് സാസുക എത്തും. സാസുകയെ കണ്ട ഉടനെ ആ ഒരു നയൻ ടൈൽ ഫോക്സ്, നീ ഉച്ചിഹ ക്ലാനിൽ ചേർന്ന സാസുകയല്ലേ? ഷെരീങ്ങം കണ്ണിന്റെ പവർ കൊണ്ടല്ലേ നീ ഇപ്പൊ ഇവിടേക്ക് എത്തിയത്? അതിന് സാസുക പറയും, നീ ആ നയൻ ടൈൽ ഫോക്സ് അല്ലേ? എനിക്ക് നിന്നെ അറിയാം. സാസുക എന്തോ ഒരു പവർ എടുത്ത് ഇപ്പൊ ആ നയൻ ടൈൽ ഫോക്സിനെ അങ്ങനെ അട്ടിച്ചു തെറിപ്പിക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് ആരോ 3 പേര് എന്തിനോ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് വിളിച്ചു പറയും, അതിപ്പോ ഓടുന്നത് ലീഫ് വില്ലേജിനെ നോക്കിയാണ്. അതെന്താണെന്ന് നോക്കിയാല് പൂച്ചയെ പോലെ എന്തോ ഒരു ജീവി. ആ ഒരു പൂച്ച ഇപ്പൊ ഗ്രാമത്തിലൂടെ ഓടിച്ചെന്ന് അവിടെയുള്ള എല്ലാ സാധനങ്ങളും തട്ടിമറിക്കാൻ തുടങ്ങും. നമ്മുടെ ഷെഫ് ആള് കഷ്ടപ്പെട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതും തട്ടിയിട്ട് അവൻ മുമ്പോട്ട് ഓടും. ഷെഫ് ആവട്ടെ ഇപ്പൊ നറൂട്ടോ എന്ന് വിളിച്ചലറുമ്പോഴായിരിക്കും അവിടെ നറൂട്ടോ ഇല്ല എന്ന കാര്യം ഓർക്കുക. അപ്പ പൂച്ചക്കുട്ടിയുടെ തൊട്ടു പുറകെ ഇപ്പൊ വേറൊരാള് ഓടാൻ തുടങ്ങും. അതാരാണെന്ന് നോക്കിയാ വളർന്നു വലുതായ നമ്മുടെ കൊനഹമാരു. അവൻ ഓടിച്ചെന്ന് ഇപ്പൊ കറക്റ്റായിട്ട് ചാടി വീണ് പൂച്ചയുടെ വയറ്റിൽ ഇക്കിളി കൂട്ടി അതിനെ കാലെ പിടിച്ച് ഇപ്പൊ നിലത്തടിക്കും. ആ ഒരു പൂച്ച അതവനെ കടിച്ചു പറിക്കുമ്പോ നമ്മുടെ ആള് അതിനെ ഈസി ആയിട്ട് തൂക്കിയെടുത്ത് അതിന്റെ ഓണറിനെ കൈ കൊണ്ട് കൊടുക്കും. ഓണറിനെ കണ്ട് ഇപ്പൊ കൊനഹമാരുവിന്റെ ഫ്യൂസ് പോവും. ഈ ഒരു മുതുക്കിക്ക് വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ പൂച്ചയെ പിടിച്ചത്? എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെയുള്ള വൃത്തികെട്ട മിഷൻ ചെയ്യാന്ന് പറഞ്ഞ് അവനാവട്ടെ ദേഷ്യം പിടിച്ചു നിൽക്കും. അപ്പൊ ട്രെയിനർ ചോദിക്കും, ഇത്ര നേരം എടുത്തിട്ടാണോ ഒരു പൂച്ചയെ പിടിക്കുന്നേ? അതിനാവും പറയും, ആ ഒരു പൂച്ചയെ പിടിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇനി മേലാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട മിഷൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അതിന് ഹൊക്കാഗ പറയും, എനിക്കിപ്പോ നിനക്ക് ഡീറാങ് മിഷൻ മാത്രമേ